Praise the Lord. Hallelujah. Hallelujah. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ വേളയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടതായൊരു ദിവസം കർത്താവ് നമുക്ക് ദാനമായി തരികയും ഈ വേളയിൽ നമ്മുടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായി തൻ്റെ തിരുസന്നിധിയിൽ നമ്മയും കൂട്ടിച്ചേർത്ത് ദൈവത്തിൻ്റെ മഹാദയയ്ക്കായി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കർത്താവേ, നിന്റെ നാമത്തെ ആർ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുവല്ലോ. നിന്റെ നാമത്തെ ആർ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. അതെ, കർത്താവിൻ്റെ നാമം ഭയപ്പെടുവാനും മഹത്വപ്പെടുത്തുവാനുമായുള്ളതാണ്. സകലവും സൃഷ്ടിക്കുകയും സർവവും പരിപാലിക്കുകയും ചെയ്തവനായ കർത്താവ് നമ്മയും സൃഷ്ടിച്ച് നമ്മെ കാത്തു സൂക്ഷിച്ച് വഴി നടത്തി വരുന്നവനായ ദൈവം, നമ്മുടെ ഉള്ളിലെ ചിന്തകളെയും വിചാരങ്ങളെയും കാണുന്നവനായ കർത്താവ്, മനുഷ്യരുടെ കണ്ണിൽ മറവായുള്ളതും കർത്താവിൻ്റെ കണ്ണിൽ തുറന്നതായി കാണപ്പെടുന്നുവല്ലോ. ഇത്രയും ശ്രേഷ്ഠനായ ദൈവം, ഈ ദൈവത്തെ ആർ ഭയപ്പെടാതിരിക്കും? ആർ മഹത്വപ്പെടുത്താതിരിക്കും? കാരണം കർത്താവിനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കണം, അവനെ നാം മഹത്വപ്പെടുത്തണമെന്നുള്ളത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. മനുഷ്യർ കർത്താവിനെ ഭയപ്പെടണം, അവൻ്റെ കൽപ്പനകളെ അനുസരിക്കണം, അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ആർ ഭയപ്പെടാതിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നുവല്ലോ. നിങ്ങൾ ഇന്ന് കർത്താവിനെ ആരാധിക്കുവാനായി കടന്നു വരുന്ന വേളയിൽ നിങ്ങളുടെ വീടുകളിലും മനുഷ്യരുണ്ടായിരുന്നല്ലോ. ദൈവത്തെ ഭയപ്പെടാത്തവർ, ദൈവത്തെ മഹത്വപ്പെടുത്താത്തവർ, ദൈവത്തെ അറിയാത്തവർ, മൃഗതുല്യരായി ജീവിക്കുന്നവർ. ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമായത്. ഏക പരിശുദ്ധൻ നമ്മുടെ കർത്താവ്. മഹത്വപ്പെടുത്തേണ്ട നാമം ദൈവത്തിൻ്റേത്, ഭയപ്പെടേണ്ട നാമം കർത്താവിൻ്റേത്. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കണം അതിന്. അപ്പോൾ വീട്ടിലുള്ള രക്ഷിക്കപ്പെടാത്തവർ കർത്താവിങ്കലേക്ക് തിരിഞ്ഞു വരും. ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിനെ ഭയപ്പെടാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമായി വിളിച്ചു ചേർക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനുള്ള കൃപ നേടിയവരായി കടന്നു പോകുവാൻ നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നേടിയ എല്ലാവർക്കും നമ്മുടെ കർത്താവിനെ നന്ദിയോടെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ മുട്ടുകളെ മടക്കുന്നു. പിതാവേ, സകലതും സൃഷ്ടിച്ചവനും സർവവും പരിപാലിക്കുന്നവനുമായി ഞങ്ങളുടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തന്നെ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ച കൃപയ്ക്കായി, ഇതുവരെയും വഴി നടത്തിയ കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ മുട്ടുകളെ മടക്കുമ്പോൾ കർത്താവേ, അവിടുന്ന് കാൽവറിയിൽ
ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ് ഞങ്ങൾക്കായി രക്തം ചിന്തി ഞങ്ങളെ വീണ്ടെടുത്ത കൃപയെ ഓർത്ത് നന്ദിയോടെ ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന ഈ വേളയിൽ കർത്താവേ, അവിടുത്തെ കൃപ വ്യാപരിക്കുമാറാകണമേ. ദൈവത്തിൻ്റെ കൃപ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ മേൽ കടന്നു വരുമാറാകണമേ. കർത്താവിൻ്റെ തിരു സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ, ദൈവിക സാന്നിധ്യത്താൽ ഇവിടെ നിറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമാറാകണമേ. ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. பயபக்திக்குரிய நாமத்தை உடையவரே, யாவே எனும் கனத்திற்கு உரிய நாமத்தை உடையவரே, யாவே என்னும் பயபக்திக்குரிய நாமத்தை உடையவரே, பரிசுத்தரே பரிசுத்தரே, ஆராதனைக்கு உரியவரே, பரிசுத்தரே பரிசுத்தரே, ஆராதனைக்கு பாத்திரரே, யாவேனும் கனத்திற்கு உரிய நாமத்தை உடையவரே, யாவே என்னும் பயபக்திக்குரிய நாமத்தை உடையவரே, பரிசுத்தவான்களின் சபைதனிலே மிகவும் பயப்படத்தக்கவரே, பரிசுத்தவான்களின் சபைதனிலே மிகவும் பயப்படத்தக்கவரே, சூழ்ந்திருக்கும் அனைவராலும் அஞ்சப்படத்தக்கவன் பரிசுத்தரே, சூழ்ந்திருக்கும் அனைவராலும் அஞ்சப்படத்தக்கவன் பரிசுத்தரே, யாவே எனும் கனத்திற்கு உரிய நாமத்தை உடையவரே, யாவே என்னும் பயபக்திக்குரிய நாமத்தை உடையவரே, பரிசுத்தத்தில் மிகவும் மகத்துவம் உள்ளவர், துதிகளில் பயப்படத்தக்கவரே, பரிசுத்தத்தில் மிகவும் மகத்துவம் உள்ளவர், துதிகளில் பயப்படத்தக்கவரே, தேவர்களில் எல்லோரிலும் பயப்படத்தக்கவன் பரிசுத்தரே, தேவர்களில் எல்லோரிலும் பயப்படத்தக்கவன் பரிசுத்தரே, யாவே
பயபக்திக்குரிய நாமத்தை உடையவரே. கேருபீன் சேராபீன் தூதர்களாலே ஓயாமல் சேவிக்கப்படுபவரே. கேருபீன் சேராபீன் தூதர்களாலே ஓயாமல் சேவிக்கப்படுபவரே. இயேசுவே எங்கள் இரட்சகரே, பயபக்திக்குரியவர் பரிசுத்தரே. இயேசுவே எங்கள் இரட்சகரே, பயபக்திக்குரியவர் பரிசுத்தரே. யாவேனும் கனத்திற்கு உரிய நாமத்தை உடையவரே. யாவே என்னும் பயபக்திக்குரிய நாமத்தை உடையவரே. யாவே என்னும் கனத்திற்கு உரிய நாமத்தை உடையவரே. யாவே என்னும் பயபக்திக்குரிய நாமத்தை உடையவரே. Hallelujah, 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 glory to God. Hallelujah, hallelujah, glory to Master, glory to God. Hallelujah, 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 praise the Lord, glory to Jesus Christ. Hallelujah. നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു പിതാവേ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ. Hallelujah, praise the Lord, glory to God. Hallelujah, hallelujah. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു പിതാവേ. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, ഗ്ലോറി ടു ഗോഡ്. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു പിതാവേ. നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. ദൈവിക സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുവാനായി ദൈവാത്മശക്തി വ്യാപരിക്കുന്നതിനാൽ നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു, കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു രക്ഷകന് സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ രക്ഷകന് സ്തോത്രം ഇന്നും എന്നേക്കും. പാപഭാരത്തിൽ നിന്നെ രക്ഷിച്ചോരു, പാപഭാരത്തിൽ നിന്നെ രക്ഷിച്ചോരു ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ആത്മശക്തിയാൽ എന്നുള്ള നിറച്ചോരു, ആത്മശക്തിയാൽ എന്നുള്ള നിറച്ചോരു ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന, രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ഇന്നയോളം കാത്ത, വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിന്
Hallelujah. 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 Glory to Jesus Christ. Hallelujah. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. പിതാവേ, ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ കേൾക്കുന്ന കർത്താവിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ശിക്ഷാവിധിക്ക് കാരണമാകാതെ അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് കർത്താവിൻ്റെ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവിൻ്റെ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനപ്പെടുവാൻ ദൈവാത്മശക്തി പ്രവർത്തിക്കുമാറാകണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വീണ്ടുതൽ പ്രാപിച്ചവരാകി, ബന്ധനങ്ങൾ തകർക്കപ്പെട്ടവരാകി, ഞങ്ങളുടെ കർത്താവിന് വിശ്വസ്ത സാക്ഷികളായി കടന്നു ചെല്ലുവാൻ ദൈവാത്മാവ് പ്രവർത്തിക്കുമാറാകണമേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളേവരെയും താഴ്ത്തി അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളുടെ കർത്താവിന് മാത്രം അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. പത്രോസിൻ്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ മേലുണ്ട്, അവൻ്റെ കാതുകൾ അവരുടെ പ്രാർത്ഥനയ്ക്കായി തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മുഖം തിന്മ പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ മേലുണ്ട്. കർത്താവ് നീതിമാന്മാരെ നോക്കിക്കാണും. നീതിമാന്മാരുടെ മേൽ കർത്താവിൻ്റെ വീക്ഷണമുണ്ട്. കർത്താവ് അവരെ വീക്ഷിക്കുന്നു, അവരെ ഉറ്റുനോക്കുന്നു, അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കി മനസ്സിലാക്കുന്നു. നീതിമാന്മാരുടെ മേലാണ് കർത്താവിന് പ്രിയം. ആരാണ് ഈ നീതിമാൻ? രക്ഷിക്കപ്പെട്ടവൻ നീതിമാനാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവൻ നീതിമാനാകുന്നു. നീതിയിൽ വഴി നടത്തപ്പെടുന്നവൻ നീതിമാനാകുന്നു. ആ നീതിമാൻ ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവ മക്കളെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു സ്വർഗത്തിലിരുന്നുകൊണ്ട്. വീണ്ടും വചനം പറയുന്നു, അവൻ്റെ കാതുകൾ അവരുടെ പ്രാർത്ഥനയ്ക്കായി തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ്റെ കാതുകൾ അവരുടെ പ്രാർത്ഥനയ്ക്കായി തുറന്നിരിക്കുന്നു. കർത്താവിൻ്റെ കാതുകൾ തുറന്നിരിക്കുന്നു. എന്തിനായി? തൻ്റെ മക്കൾ തന്നോട് പ്രാർത്ഥിക്കുന്നുവല്ലോ, അവരുടെ പ്രാർത്ഥന കേൾക്കണമല്ലോ എന്ന് കർത്താവിൻ്റെ കാതുകൾ ആ ദൈവത്തിൻ്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കാനായി തുറന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നീതിമാന്മാരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. രക്ഷിക്കപ്പെട്ടവരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. എല്ലാവരുടേതും കേൾക്കുമോ? ഇല്ല. രക്ഷിക്കപ്പെട്ടവർ തന്നെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവർ തന്നെ, എങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുമോ? കേൾക്കുകയില്ല. നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്കായി മാത്രം കർത്താവ് കാതുകൾ തുറന്നു വച്ചിരിക്കുന്നു. നീതിയോടെ പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ വചനം നീ പാലിക്കുന്ന വ്യക്തിയായി കാണപ്പെടണം. ബൈബിളിലെ വചനം എന്തു പറയുന്നുവോ അത് നീ പിന്തുടരണം, അതനുസരിക്കണം. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം,
നിന്നെ നീ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കണം. സ്നേഹമാണ് പ്രധാനം. ആ ദൈവകൽപ്പന, ദൈവത്തിൻ്റെ വലിയ കൽപ്പനയാണിത്. ഈ കൽപ്പന പാലിക്കുന്നവരായിരിക്കും നീതിമാന്മാർ. വെറുതെ രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയതുകൊണ്ടോ ഒരു ധ്യാനത്തിലിരുന്നത് കൊണ്ടോ ഒരു ചുക്കും നടക്കില്ല. തനിക്ക് കിട്ടിയ ആത്മാഭിഷേകത്തിലും തനിക്ക് കിട്ടിയ രക്ഷയിലും ദൈവത്തിൻ്റെ വാക്കുകൾ നിറവേറ്റിക്കൊണ്ട് ജീവിച്ചാൽ മാത്രമേ നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയുള്ളൂ. അല്ലാത്തവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. അതിൻ്റെ അടുത്ത വചനം പറയുന്നു, എന്നാൽ കർത്താവിൻ്റെ മുഖം തിന്മ പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമാണ്. എന്നാൽ കർത്താവിൻ്റെ മുഖം തിന്മ പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമാണ്. തിന്മ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാം പ്രതികൂലമായേ നടക്കും. ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. വചനമനുസരിക്കാത്തവൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. വചനപ്രകാരം ജീവിക്കാത്തവൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. ദൈവത്തിൻ്റെ അഭീഷ്ടം നിറവേറ്റാത്തവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ദൈവം രക്ഷിപ്പ് നൽകുകയും അഭിഷേകം നൽകുകയും ചെയ്തത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. എല്ലാവരിലും ഒരു പദ്ധതി ദൈവം വച്ചിട്ടുണ്ട്. ഇന്ന ആൾക്കാരെ കൊണ്ട് ഇന്ന കാര്യങ്ങൾ കർത്താവിനായി നീ പ്രവർത്തിക്കാനുള്ള ഒരു തീഷ്ണത, ആ മനോഭാവം നിനക്കുണ്ടാകണമെന്ന് ദൈവം കാംക്ഷിക്കുന്നു. അങ്ങനെ ദൈവം നിന്നിൽ പ്രതീക്ഷിക്കുന്നു. അതല്ല നിൻ്റെ സ്വന്തം കാര്യങ്ങൾ നേടാനായിട്ടാണ് വരുന്നു എങ്കിൽ അവിടെ നിൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. തിന്മ പ്രവർത്തിക്കുന്നവർക്ക്, ദൈവത്തിനെതിരായി പാപം ചെയ്യുന്നവർക്ക് ദൈവം പ്രതികൂലമായി കാണപ്പെടുന്നു, അനുകൂലമല്ല. ഈ സത്യം മനസ്സിലാക്കണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണുകൾ താൻ സ്നേഹിക്കുന്ന മക്കളോട് കൂടെയാണ്. ദൈവത്തിൻ്റെ കാതുകൾ തുറന്നിരിക്കുന്നു. തൻ്റെ മക്കൾ എപ്പോൾ പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥനയ്ക്കായി ദൈവം കാത്തിരിക്കുന്നു. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്ന പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. പാപികളെ ദൈവം സ്നേഹിക്കുന്നു. പാപികളെയും ദൈവം സ്നേഹിക്കുന്നു. അതെന്തുകൊണ്ട്? ആ പാപികളെയും സൃഷ്ടിച്ചത് ദൈവമാണ്. ഭൂമിയിലെ മനുഷ്യരെ എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. രക്ഷിക്കപ്പെടുകയും അഭിഷേകം പ്രാപിക്കുകയും ദൈവവഴിയിൽ സഞ്ചരിക്കുവാനുമുള്ള ഭാഗ്യം വളരെ ചുരുക്കം പേർക്കേ കിട്ടത്തുള്ളൂ. എന്നാൽ ഇടപാടിൽ സമൃദ്ധിയായി കിട്ടിയിട്ടുണ്ട്. ഇടപാടിൽ അത് സമൃദ്ധിയായി കിട്ടിയിട്ടുണ്ട്. എന്നാൽ അവഗണിക്കുന്നവരാണ് മിക്കവാറും പേർ. ആ സമൃദ്ധിയായി തങ്ങൾക്ക് കിട്ടിയ ആ ദൈവത്തിൻ്റെതായ ദാനങ്ങളെ തിരസ്കരിക്കുന്ന ഒരു കൂട്ടം ജനം, അറിവില്ലാത്ത ജനം. ഇവിടെ കർത്താവ് പറയുന്നു, തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അവൻ പ്രതികൂലമാണെന്ന്. തിന്മ പ്രവർത്തിക്കുന്നവരെയല്ല, ഭൂമിയിൽ ജീവിക്കുന്ന നാളുകളിൽ നന്മ പ്രവർത്തിക്കുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. അവരെയാണ് ദൈവം നോക്കി കാണുന്നത്. അവരുടെ പ്രാർത്ഥനയ്ക്കായിട്ടാണ് ദൈവം കാതോർത്ത് കാത്തിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥന കേൾക്കുകയും ആ പ്രാർത്ഥന സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ദൈവത്തോട് നിനക്ക് പ്രിയമുണ്ടേ എങ്കിൽ, ദൈവത്തോട് നിനക്ക് സ്നേഹമുണ്ടേ എങ്കിൽ, ദൈവത്തോടൊരു ഭയവും ഭക്തിയും നിനക്കുണ്ടേ എങ്കിൽ നിന്നെ ദൈവം സൂക്ഷിച്ചു നോക്കുന്നു, ഒളിഞ്ഞു നോക്കുന്നു. എന്താണ് നിൻ്റെ പ്രവൃത്തി? എന്തൊക്കെയാണ് നീ ചെയ്യുന്നത്? പരസ്യമായി ചെയ്യുന്നതും നിൻ്റെ രഹസ്യമായ പ്രവൃത്തികളും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒളിക്കാൻ പറ്റില്ല, അവിടെ ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. മനുഷ്യരുടെ മുമ്പാകെ മറച്ചു വയ്ക്കാൻ സാധിക്കും ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളുമല്ല. എന്നാൽ ദൈവത്തിൻ്റെ സമൂഹത്തിൽ ഒന്നും മറച്ചു വയ്ക്കുവാൻ സാധ്യമല്ല. ദൈവം തിന്മ പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായി കാണപ്പെടുന്നു.
ദൈവത്തിൻ്റെ മക്കളുടെ മേൽ, നീതിമാന്മാരുടെ മേൽ ദൈവത്തിൻ്റെ കണ്ണുകളുണ്ട്. എല്ലാ വിശ്വാസികളെയും ദൈവം നോക്കി കാണുന്നു, അറിയുന്നു. അവരുടെ സങ്കടങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രാരാബ്ധങ്ങൾ, അവരുടെ വേദനകൾ, അവരുടേതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും ദൈവം അറിയുന്നു, കാണുന്നു. ആ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുന്നു. അവർ നന്മ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവരുടെ പ്രാർത്ഥന കേൾക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു. അവർക്ക് വേണ്ടതെന്താണോ അത് ദൈവം ചെയ്തു കൊടുക്കുന്നു. അതാണ് ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ദൈവത്തെ ശരിക്കും മനസ്സിലാക്കണം. ചുമ്മാ വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ ഒന്നും കാര്യമില്ല. ഹല്ലേലൂയ വിളിയും സ്തോത്രവും കൊണ്ട് തീരുന്നതല്ല. ഇത് വലിയ പ്രാർത്ഥനയാണ്. ഇതിലർത്ഥമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്, ഇടപാടിലുണ്ട് എന്ന പൂർണ്ണ ബോധ്യം നിനക്കുണ്ടാകണം ആദ്യം ഇവിടെ വരുന്നതിന് മുമ്പ്. എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരിയാണ് ഇടപാടിൻ്റെ ദൈവമെന്നുള്ള ഒരു ഓർമ്മ നിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. പൂർണ്ണ സംതൃപ്തിയും പൂർണ്ണ വിശ്വാസവും നിനക്കുണ്ടായിരിക്കണം. ആ ദൈവത്തെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ, ആ ദൈവത്തോട് നിനക്ക് ഭക്തിയും വൈരാഗ്യവും കാണപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിന്നെ തൊടുവാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്നെ കൈകൊണ്ട് തൊടുവാൻ കർത്താവ് കാത്തിരിക്കുന്നു. അപ്പോൾ ദുശ്ശീലങ്ങൾ മൊത്തം എടുത്തു മാറ്റിക്കൊണ്ട് ദൈവത്തിന് വിരുദ്ധമായ പ്രവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചുകൊണ്ട് കാണപ്പെട്ടാൽ നീ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. നിൻ്റെ പ്രാർത്ഥനയ്ക്കായി ദൈവത്തിൻ്റെ കാതുകൾ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാമത്തെ വാക്യം. യോഹന്നാൻ 9-ാം അധ്യായം 31-ാമത്തെ വാക്യം. ദൈവം പാപികളെ ചെവികൊള്ളുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പാപികളെ ശ്രദ്ധിക്കുന്നില്ല, ചെവികൊള്ളുന്നില്ല, അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ആ ദൈവം ഈ പാപികളെ സ്നേഹിക്കുന്നു. അവന് നിത്യവും വേണ്ടത് ചെയ്തു കൊടുക്കുന്നു. അവൻ ആഹാരത്തിന് വഴിയുണ്ടാക്കി കൊടുക്കുന്നു. അവന് താമസിക്കുവാൻ ഒരു ഇല്ലം അവന് ശരിയാക്കി കൊടുക്കുന്നു. അവനൊരു തൊഴിൽ കൊടുക്കുന്നു. ആ തൊഴിൽ മുഖേന അവന് വരുമാനം കിട്ടുവാൻ സഹായിക്കുന്നു. ഇതൊക്കെ ചെയ്യും, പാപികൾക്കായി എല്ലാം ചെയ്യും കർത്താവ്. പക്ഷേ ഈ പാപികൾ പ്രാർത്ഥിച്ചാൽ അത് കേൾക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നു. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ തിരുഹിതം നിറവേറ്റുകയും ചെയ്യുന്നവനെ ദൈവം ചെവി കൊള്ളുന്നു. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുകയും സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ തിരുഹിതം, അവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരാണോ അവനെ ചെവി കൊള്ളുന്നു. അതായത് അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. മറ്റുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. അതേസമയം ഓർക്കണം, പാപികളെ ദൈവം തള്ളിക്കളയുന്നില്ല, പാപികളെ സ്നേഹിക്കുന്നു. ഈ പാപികൾ ദൈവത്തെ സ്നേഹിക്കാതിരിക്കുമ്പോഴും ദൈവത്തെ സ്നേഹിക്കാത്ത ഈ പാപികളെ ദൈവം സ്നേഹിക്കുന്നു. അതാണ് ദൈവസ്നേഹം. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നു. അവർ പ്രാർത്ഥനയ്ക്ക് വന്നാലും വന്നില്ലെങ്കിലും ദൈവത്തെ ഓർക്കാതെ, ദൈവം ഇല്ല എന്ന് പറയുന്നവനായാലും അവനും ആഹാരം കൊടുക്കുന്നു, അവന് വസ്ത്രം കൊടുക്കുന്നു, അവന് കിടപ്പാടം കൊടുക്കുന്നു, അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു, അവൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നു, അവന് മീൻ കൊടുക്കുന്നു. കടലിൽ പോയാൽ മീൻ അവനും കിട്ടും, മറ്റുള്ളവർക്ക് മാത്രമല്ല. അങ്ങനെ പാപികളെ സ്നേഹിക്കുന്ന ദൈവം ഈ പാപികൾ കർത്താവിനോട് കർത്താവേ എന്ന് പറഞ്ഞ് ഇന്നലെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഹി വോണ്ട് ലിസൺ.
ആ പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കുകയില്ല. ആ പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടമില്ല. തന്നെ സ്നേഹിക്കാത്തവൻ്റെ പ്രാർത്ഥന, തൻ്റെ തിരുഹിതം നിറവേറ്റാത്തവൻ്റെ പ്രാർത്ഥന, അതൊരു പ്രാർത്ഥനയായി ദൈവം പരിഗണിക്കുകയില്ല. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ തിരുഹിതം നിറവേറ്റുകയും ചെയ്യുന്നവനെ ദൈവം ചെവികൊള്ളും. ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് ചെവി നൽകുന്നു, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു. അവരുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റി കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ദൈവദൃഷ്ടിയിൽ നിന്ന് ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളിൽ നിന്നും ദൈവത്തിൻ്റെ കണ്ണുകൾ മറഞ്ഞിരിക്കുന്നില്ല. ദൈവം എല്ലാം നോക്കിക്കാണും, എല്ലാ മനുഷ്യരെയും നോക്കിക്കാണും, അവരുടെ ഓരോ പാവങ്ങളെയും നോക്കിക്കാണും, അവർ പറയുന്ന ഓരോ കള്ളങ്ങളെയും തിരിച്ചറിയുന്നു, അവരുടേതായിട്ടുള്ള ചിന്തകളെ ദൈവം തിരിച്ചറിയുന്നു, അവരുടെ മോശമായ പ്രവൃത്തികളെ ദൈവം കാണുന്നു, അവരുടെ തെറ്റായ അഭിനയങ്ങളെ ദൈവം കാണുന്നു. ഭക്തിയുള്ളതുപോലെ, ഭയമുള്ളതുപോലെ ബൈബിളും കൊണ്ടുവന്നാൽ എല്ലാവരും വിശ്വസിക്കും എന്നുള്ള കൂട്ടത്തിൽ ആ തെറ്റിദ്ധാരണ നിനക്കുണ്ട്. പക്ഷെ ദൈവത്തിനറിയാം നീ അത് അഭിനയിക്കുകയാണെന്ന്. നിൻ്റെ ബൈബിളും കൊണ്ടുള്ള വരവ് ദൈവത്തിനെ പരിഹസിക്കുന്നതാണ്. ആ ബൈബിൾ ഒരു ദിവസം പോലും തുറന്നു നോക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് നിനക്കെന്ത് പ്രയോജനം? നീ ഇതാരും കാണുകയില്ല, അറിയില്ല എന്ന് നീ വിചാരിക്കും. പക്ഷെ ദൈവം കണ്ടു കഴിഞ്ഞു. ദൈവം കണ്ടു കഴിഞ്ഞു. ദൈവം കണ്ടു കഴിഞ്ഞു നിൻ്റെ എല്ലാ പ്രവൃത്തികളും. വായിക്കാം ആദ്യം മുതൽ. ദൈവദൃഷ്ടി, ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്നും ദൈവം സൃഷ്ടിച്ച മനുഷ്യ ജീവികൾ ആയതൊന്നും തന്നെ മറഞ്ഞിരിക്കുന്നില്ല. അവൻ്റെ കൺമുമ്പിലെല്ലാം തുറന്നിരിക്കുന്നു, എല്ലാം തുറന്ന് കാണുകയാണ്. ഓരോ മനുഷ്യരുടെയും കാര്യങ്ങളൊക്കെ ദൈവം ഈ ടി വിയിൽ പടം കാണുന്നത് പോലെ നിൻ്റെ പടവും ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ അഭിനയവും നിൻ്റെ ഭക്തിയും നിൻ്റെ വേഷവും ദൈവത്തെ എന്തുമാത്രം നീ അനുസരിക്കുന്നുവോ അതും, ദൈവത്തിനായി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും, ദൈവത്തിനായി ആത്മാക്കളെ തേടുന്ന കാര്യങ്ങളും, ദൈവത്തിനായി ആത്മാക്കളെ തേടാത്ത കാര്യങ്ങളും, ദൈവത്തിൻ്റെ സുവിശേഷം അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ ദൈവം അത് ശ്രദ്ധയോടുകൂടി കാണുന്നു, നോക്കി കാണുന്നു. എന്നിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ ഒരു പുസ്തകം, ഒരു ഓർമ്മ പുസ്തകം, മെമ്മറി ബുക്ക്. ആ മെമ്മറി ബുക്കിൽ നീ ദൈവത്തിനായി ചെയ്തിട്ടുള്ള സകലത്, ദൈവത്തിന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നീ, നിൻ്റെ പ്രാർത്ഥന, ദൈവത്തിനായി നീ പെട്ട പാടുകൾ, പ്രയാസങ്ങൾ, ദൈവത്തിന് നൽകുന്ന കാണിക്ക ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എഴുതപ്പെടും. നിൻ്റെ ഓർമ്മ പുസ്തകത്തിൽ എഴുതപ്പെടും. അങ്ങനെ എല്ലാം കാണുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മേലും ആ വചനം എന്തു പറയുന്നു? അവൻ്റെ കൺമുമ്പിലെല്ലാം തുറന്നിരിക്കുന്നു, വെളിവായിരിക്കുന്നു. അവൻ്റെ കൺമുമ്പിലൊന്നും മറയ്ക്കാനൊക്കെയില്ല. മനുഷ്യനോട് കള്ളം പറയാം, മനുഷ്യനെ അവിടെ തെറ്റിദ്ധരിപ്പിക്കാം, മനുഷ്യനെ പറ്റിക്കാം, ഇതൊക്കെ നടക്കും. ദൈവത്തെ പറ്റിക്കാൻ പറ്റില്ല. ദൈവത്തെ നിനക്ക് പറ്റിക്കാൻ പറ്റില്ല. ഒരു ഫുൾ സ്റ്റോപ്പ് പോലും അവിടെ മാറ്റമില്ല. ദൈവമെല്ലാം കാണുന്നു, കേൾക്കുന്നു. സർവശക്തനാണ് ദൈവം. അതാണ് ദൈവത്തിന് സർവശക്തൻ എന്ന് പേരുള്ളത്. എല്ലാം അറിയുന്ന ദൈവം, എല്ലാം അറിയാൻ കഴിവുള്ള ദൈവം. അവൻ സർവശക്തനാണ്. ആ സർവശക്തന് നിന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ആ സർവശക്തൻ
ദൈവമക്കളെ നോക്കിക്കാണുന്നു സ്വർഗത്തിലിരുന്നു കൊണ്ട്. സ്വർഗത്തിലിരുന്നു കൊണ്ട് എല്ലാവരെയും നോക്കിക്കാണും. നന്മ പ്രവർത്തിക്കുന്നവരെയും ദുഷ്ടത പ്രവർത്തിക്കുന്നവരെയും എല്ലാവരെയും ദൈവം നോക്കിക്കാണും. തക്ക അതിൻ്റെതായ കൃപകൾ ദൈവം നൽകും. നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് നന്മയായിട്ടുള്ള ഫലങ്ങളെ കിട്ടത്തുള്ളൂ. അത് ദിവസങ്ങൾ കുറേ ആയാലും ആ നന്മ നീ അനുഭവിക്കും. അല്പം കർത്താവിൻ്റെ നന്മകൾ നിനക്ക് ലഭിക്കുവാൻ അല്പം താമസിച്ചു പോയെങ്കിലും നീ പരിഭവിക്കരുത്. ദൈവം തീർച്ചയായിട്ടും ചെയ്തു തരും. നീതിമാന്മാരെ സ്നേഹിക്കുന്ന ദൈവം, നല്ലവരെ സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവം. ആ ദൈവം നമ്മെ ഒരിക്കലും കൈവെടിയുകയില്ല എന്നുള്ള പരമസത്യം നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 145, സങ്കീർത്തനം 145, അത് 145-ാമത്തെ സങ്കീർത്തനം 18-ാമത്തെ വാക്യം വായിക്കാം. കർത്താവ് തന്നെ വിളിക്കുന്നവർക്കെല്ലാം, വിശ്വസ്തതാപൂർവം തന്നെ വിളിക്കുന്നവർക്കെല്ലാം സമീപസ്ഥനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തന്നെ വിളിക്കുന്നവർക്കെല്ലാം, കർത്താവേ യേശുവേ എന്ന് വിളിക്കുന്ന എല്ലാവർക്കും എങ്ങനെ വിളിക്കണം? വിശ്വസ്തതാപൂർവം വിളിക്കുന്ന വ്യക്തികളായിരിക്കണം. ചുമ്മാ അധരങ്ങൾ അനക്കിക്കൊണ്ട് കർത്താവേ യേശുവേ എനിക്കത് തരണമേ, എനിക്കിത് തരണമേ എന്നല്ല. എടാ, അത് പ്രാർത്ഥനയല്ല. അതൊരിക്കലും പ്രാർത്ഥനയല്ല. എനിക്കിതാ അതുതാ ഇതാ എന്ന്. നിനക്ക് എൻ്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വേദനകൾ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, എൻ്റെ പ്രശ്നങ്ങൾ എന്താണോ, എൻ്റെ മക്കളുടെ പ്രശ്നം എന്താണോ, എൻ്റെ വീട്ടിലെ പ്രശ്നം എന്താണോ, എൻ്റെ തൊഴിലിൻ്റെ പ്രശ്നം എന്താണോ നിനക്കറിയാമല്ലോ. കർത്താവിനോട് അങ്ങോട്ട് നീ തിരിച്ചു ചോദിക്കണം. നിനക്കറിയാമല്ലോ. നീ എനിക്കായി ചെയ്, എനിക്കുള്ളതെല്ലാം പരിഹരിച്ചതാ. നീ എനിക്ക് അപ്പനല്ലയോ യേശുവേ? നീ എനിക്ക് നീ അപ്പനായി മാറിയല്ലോ. ഞാൻ നിൻ്റെ മകനല്ലയോ മകളല്ലയോ? എനിക്ക് ചെയ്തതാ എന്ന് നീ പറയണം. പറയാൻ നിനക്ക് ചങ്കൂറ്റം വേണം. ചങ്കൂറ്റം വേണമെന്ന് പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെട്ട് ദൈവത്തെ വിശ്വാസത്തോടുകൂടി, ദൈവഭയത്തോടുകൂടി, ഭക്തിയോടുകൂടി വചനപ്രകാരം ജീവിക്കുന്നവനായിരിക്കണമെങ്കിലേ ഈ ധൈര്യം കിട്ടത്തുള്ളൂ. ഇല്ലേ, കിട്ടത്തില്ല. ഇവിടെ വചനം പറയുന്നു, കർത്താവ് തന്നെ വിളിക്കുന്നവർക്കെല്ലാം, വിശ്വസ്തതാപൂർവം തന്നെ വിളിക്കുന്നവർക്കെല്ലാം സമീപസ്ഥനാണ്, അടുത്തിരിക്കുന്നു. നിൻ്റെ അടുത്തുണ്ട്. കർത്താവ് അങ്ങ് ദൂരെ ഒന്നുമില്ല. ഈസ് വെരി നിയർ അറ്റ് യു. നിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. നിൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. കർത്താവുണ്ട്, യേശു ഉണ്ട്. ആ യേശു ഉണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യം നിനക്കുണ്ടാകണം. നീ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ നീ ഇവിടെ ഇരുന്നാലും, നിൻ്റെ വീട്ടിനകത്തിരുന്നാലും, നീ കടലിൽ കിടന്ന് പണി ചെയ്താലും, കരയിലെ പണി ചെയ്താലും, എവിടെയായിരുന്നാലും എപ്പോഴായാലും നിന്നോടൊപ്പം യേശു ഉണ്ടായിരിക്കും. രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, അഭിഷേകം പ്രാപിച്ചവനാണെങ്കിൽ, യേശുവിൻ്റെ വചനങ്ങൾക്ക് ഭയപ്പെടുന്നവനാണെങ്കിൽ, വചനപ്രകാരം ജീവിക്കുന്നവനാണെങ്കിൽ നിൻ്റെ അടുക്കൽ യേശു ഇരിപ്പുണ്ട്. യേശു അടുത്തിരിപ്പുണ്ട്. അവൻ സമീപസ്ഥനാണ്. 19-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ നേരെ ഭയഭക്തിയുള്ളവരെ എല്ലാം അവരുടെ ആഗ്രഹം അവൻ നിറവേറ്റുന്നു. ദൈവത്തോട് ഭയവും ഭക്തിയും നിനക്കുണ്ടായിരിക്കണം. നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കാൻ, നിൻ്റെ ആഗ്രഹങ്ങൾ നടക്കാൻ, കർത്താവേ എനിക്കത് ആഗ്രഹം, ഇതാഗ്രഹം, ഇന്ന ആഗ്രഹം ഒക്കെ എനിക്കൊണ്ട്, എല്ലാ ആഗ്രഹങ്ങളും ചേർത്ത് നീ നിറവേറ്റി തരണമേ എന്ന് നീ നിലവിളിക്കുമല്ലോ. ആ നിലവിളി ദൈവം കേൾക്കില്ല. ഒരാഗ്രഹവും നിറവേറില്ല. നീ വിശ്വസ്തതാപൂർവം ദൈവത്തെ വിശ്വസിക്കുകയും ദൈവം നിൻ്റെ സമീപത്തുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുകയും ദൈവഹിതം നിറവേറ്റുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പൈതലാണ് എങ്കിൽ നിനക്കായി എല്ലാം ചെയ്തു തരുവാൻ ദൈവം തയ്യാറായി കാത്തിരിക്കുന്നു. നീ തയ്യാറാണോ? എടാ, നീ തയ്യാറാണോ?
ദൈവം തയ്യാറാണ് നിനക്കെല്ലാം ചെയ്തു തരുവാൻ. ആ വിശ്വാസം നിനക്കുണ്ടോ? ദൈവത്തിൻ്റെതായ വചനപ്രകാരം നീ ജീവിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ കൽപ്പനകൾ നീ പാലിക്കുന്നുണ്ടോ? എന്നാൽ നീ ഭാഗ്യവാനായിരിക്കും. ഇവിടെ 19-ാമത്തെ വചനം പറയുന്നു, തൻ്റെ നേരെ ഭക്തിയുള്ളവരുടെ എല്ലാ ആഗ്രഹം അവൻ നിറവേറ്റുന്നു. അവരുടെ നിലവിളി കേട്ട് അവൻ അവരെ രക്ഷിക്കുന്നു. അവരുടെ നിലവിളി, ദൈവമക്കളുടെ നിലവിളി, യേശുവാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളുടെ നിലവിളി കേട്ട് അവൻ അവരെ എല്ലാം രക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 20-ാമത്തെ വാക്യം പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് സംരക്ഷിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് സംരക്ഷിക്കും. സകല ആപത്തുകളിൽ നിന്നും, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നും ഒക്കെ നിന്നെ അവൻ സംരക്ഷിക്കും. എന്നാൽ സർവ്വദുഷ്ടരെയോ അവൻ നശിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ വെറുതെ കേട്ടുകൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ല. ഈ വചനങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നീ പ്രായോഗികമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദൈവം നിനക്കായി തരാൻ ഉദ്ദേശിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഇടപാട് നോക്കി ഓടിവാ, ഇടപാട് നോക്കി ഓടിവാ. ദൈവകൃപ പ്രാപിക്കുവാൻ ഓടിവാ, കർത്താവിൻ്റെ കൃപകൾ പ്രാപിക്കുവാൻ ഓടിവാ, ദൈവത്തിൻ്റെ സത്യമായ മക്കളായി മാറുവാൻ ഓടിവാ. ദൈവം നിന്നെ സഹായിക്കുവാൻ, നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ ആ ദൈവം ആഗ്രഹിക്കുന്നു. ആ നല്ല ദൈവത്തിൻ്റെ അടുക്കൽ ഓടിവാ. പ്രശ്നങ്ങളിൽ നിന്നും വിട്ടുമാറുവാൻ, പ്രയാസങ്ങളിൽ നിന്നും വിട്ടുമാറുവാൻ, കടബാധ്യതകൾ നിന്നെ വിട്ടുമാറുവാൻ, നിന്റെ ഹൃദയത്തിൽ എന്താണോ ചിന്തകൾ, ആ ചിന്തകൾ അകന്നു പോകുവാൻ, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട്, ആരോടും വൈരാഗ്യമില്ലാതെ, ആരോടും വിരോധമില്ലാതെ, ദൈവത്തെയും സ്നേഹിച്ച് ദൈവമക്കളെയും സ്നേഹിച്ചുകൊണ്ട് കാണപ്പെട്ടാൽ നീ ഭാഗ്യവാനാണ്. നിന്റെ പ്രാർത്ഥനകൾ നിറവേറ്റപ്പെടും. നിന്റെ പ്രാർത്ഥനകൾക്ക് അവൻ ഉത്തരം നൽകും. അവൻ്റെ കാതുകൾ നിന്റെ പ്രാർത്ഥനയ്ക്കായി തുറന്നിരിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്കായി അവൻ്റെ കാതുകൾ തുറന്നിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കണ്ണുകൾ നീതിമാന്മാരെ നോക്കി കാണുന്നു. ആ നീതിമാനിൽ ഒരുത്തനായി നീയും കാണപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കടന്നുവാ, ദൈവസന്നിധിയിൽ കടന്നുവാ. എല്ലാ പാപങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട്, ദൈവത്തിന് പ്രിയമല്ലാത്ത കാര്യങ്ങളെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി കടന്നുവാ. വിശുദ്ധിയിൽ വിശുദ്ധി പ്രാപിച്ച് ദൈവത്തിൻ്റെ സ്വന്തം കുഞ്ഞായി കാണപ്പെടുവാൻ, കഷ്ടതകൾ, ദുരിതങ്ങൾ, വേദനകളിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇടപാട് നോക്കി ഓടിവാ, ഓടിവാ. ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്ന ഈ നല്ല നേരത്ത് ഓടിവാ. ദൈവസന്നിധിയിൽ കടന്ന് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ കാണപ്പെടാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ കവനതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ കവനതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രുക്കെണിയൊരുക്കും, വീഴ്ച കാണുവാനവൻ പതിയിരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രുക്കെണിയൊരുക്കും, വീഴ്ച കാണുവാനവൻ പതിയിരിക്കും. ബലവാനവൻ നിന്നെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരം അതിലണയും. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ക്രൂശിൻ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ക്രൂശിൻ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകില്ല. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകില്ല. ഗിലെയാദിൻ വൈദ്യനവൻ നിനക്കായി അഭിഷേകത്തിൻ തൈലക്കൂട്ടൊരുക്കും. സൗഖ്യദായകൻ നിന്റെ കരം പിടിക്കും, പുതുശക്തിയാൽ അനുദിനം നിറയ്ക്കും. സൗഖ്യദായകൻ നിന്റെ കരം പിടിക്കും, പുതുശക്തിയാൽ അനുദിനം നിറയ്ക്കും. സർവത്തിന്മയും കളവായി പറയും, നിന്റെ പേർ മായിക്കുവാൻ വൃഥ ശ്രമിക്കും. സർവത്തിന്മയും കളവായി പറയും, നിന്റെ പേർ മായിക്കുവാൻ വൃഥ ശ്രമിക്കും. ഭക്തനാമം തലമുറ തലമുറയാ എന്നേക്കും ഓർമ്മയിൽ നിലനിന്നിടും. ശത്രുവിൻ്റെ പേരിനി ഓർക്കയില്ല, അവൻ നിന്ന സ്ഥലം ഇനി കാണുകില്ല. ശത്രുവിൻ്റെ പേരിനി ഓർക്കയില്ല, അവൻ നിന്ന സ്ഥലം ഇനി കാണുകില്ല. നിന്റെ പ്രാണനീ ശത്രു തൊടുകയില്ല, ജീവഭാണ്ഡത്തിൽ അതു ഭദ്രമത്രേ. നിന്റെ പ്രാണനീ ശത്രു തൊടുകയില്ല, ജീവഭാണ്ഡത്തിൽ അതു ഭദ്രമത്രേ. നിന്റെ ന്യായം മറിക്കുവാൻ കഴിയുകയില്ല, നിന്റെ നീതി പ്രഭാതം പോൽ വിളങ്ങി വരും. ശത്രുവോടി ഒളിപ്പിടം തേടുന്ന നാൾ നീയാകിൽ വിശ്രമം പ്രാപിച്ചിടും. ശത്രുവോടി ഒളിപ്പിടം തേടുന്ന നാൾ നീയാകിൽ വിശ്രമം പ്രാപിച്ചിടും. ஹalleluya ஹalleluya ஹalleluya. நம்ம ஆண்டவராகிய தேவனுக்கு கோடி கோடி நன்றி சொல்லுவோம். praise the lord. ஹalleluya ஹalleluya. அவர் செய்த எல்லா நன்மைகளுக்காக ஆண்டவருக்கு நன்றி சொல்லுவோம். ஹalleluya. எபேசியராகமம் 4ஆம் அதிகாரம் 6வது வசனம் கூறுகிறது, எல்லோருக்கும் எல்லாருக்கும் பூமியில் காணப்படுகிற அனைத்து உயிர்களுக்கும் ஜீவனுள்ள எல்லா மனிதர்களுக்கும் கடவுளும் தந்தையும் ஒருவரே. ஹalleluya ஹalleluya. கடவுள் நமக்கு கரண்ட் இருந்தால் லைட் எரியும், விளக்கு எரியும், இல்லை என்றால் இருட்டாக இருக்கும். நமக்குள் ஆண்டவரின் ஜீவ ஒளி இருந்தால் ஒரு கனெக்ஷன் உண்டு ஆண்டவருக்கு நமக்கும். நான் பல முறை கூறுவதுண்டு, நீ நிற்பதும் நடப்பதும் வேலை செய்வதும் என்ன பேசுவாயோ அதெல்லாமே ஆண்டவருக்கு தெரியும். ஹalleluya. தொலைநாடுகளிலிருந்து ஃபோன் கால் வரும் உங்களுக்கு, நீங்கள் பேசுவீர்கள். ஏதாவது கனெக்ஷன் உண்டா? இல்லை. பரலோகத்தில் இருக்கும் பிதாவாகிய தேவன்
உங்களுடைய செயல்களை தெரியாமல் இருப்பாரோ? உங்களுடைய வார்த்தை அவர் கேட்டாமல் போகுமோ? ஈனமான மனநிலை அவர் காணாமல் இருப்பாரோ? நம் ஆண்டவருக்கு கொடுக்கக்கூடிய பெரிதான மதிப்பு அவருக்கு நன்றாக பிடிக்கும். செய்தியில் கேட்டீர்கள், கடவுள் நம் கூடவே இருக்கிறார். ஹல்லேலூயா. எல்லாருக்கும் கடவுளும் தந்தையும் ஒருவரே. குறைந்தவனோ செல்வந்தனோ படித்தவர்களோ படிக்காதவர்களோ ஒன்றும் புரியாதவர்களோ தெரியாதவர்களோ ஏழைகளோ எளியவர்களோ திக்கற்றவர்களோ ஊமையோ குருடனோ செவிடனோ நடக்க முடியாதவனோ இவர்கள் எல்லோருக்கும் கடவுளே தந்தை. ஹல்லேலூயா, ஹல்லேலூயா. அடுத்து அவர் எல்லாருக்கும் கடவுள் பூ உலகிலுள்ள சகலமான மனிதர்களுக்கும் மேலானவர். கடவுளோடு யாரையும் ஒப்பிட முடியாது. கடவுளோடு யாரையும் ஒப்பிட முடியாது. அவர் ஒரு வார்த்தை சொன்னால் அந்த வார்த்தைக்கு கட்டுப்பட வேண்டும். அவர் கூப்பிட்டால் அந்த அழைப்பை ஏற்றுக்கொள்ள வேண்டும். ஏன்? நாம் மனிதர்கள், புழுக்களுக்கு ஒப்பானவர்கள், வாளிலிருந்து சொட்டும் நீர்த்துளிக்கு ஒப்பானவர்கள், மண்ணுக்கு ஒப்பானவர்கள். மனிதர்களாகிய நாம் இறந்தால் மண்ணோடு மண்ணாய் புதைக்கப்பட்டு அப்படியே புழு அரைக்கப்படும். அலங்காரத்தோடு வஸ்திரங்களும் ஆபரணங்களும் பெரிய உணவுகளும் விருந்துகளும் எல்லாமே கொஞ்சம் நாட்களுக்கு, அதற்கு மேல் அந்த பெரிதான சந்தோஷமான வாழ்க்கை இருப்பது இல்லை. இந்த சரீரம் ஒரு மண்கலம். இந்த சரீரத்தை எவ்வளவோ பாடுபட்டு காஃபி கொடுத்து, உணவை கொடுத்து, நல்ல வஸ்திரம் கொடுத்து, அது கேட்பதெல்லாம் கொடுத்து, சரீரம் கேட்பதைத்தான் நாம் கொடுப்போம். அது கேட்பதெல்லாம் கொடுத்து அழகுபடுத்தி சரீரத்தை நடத்தி சரீரத்தினுள்ளிருக்க ஆத்மாவை மறந்து, அதான் மனிதர்கள். எல்லா சபைகளிலும் உண்டு. இது வெறும் கலம், இது வெறும் மண்கலம். விழுந்தால், கால் சருகி ஒன்று விழுந்தால் எழும்ப முடியாது. ஏன் எழும்ப முடியாது? பலம் இல்லை. இது 3 மடங்கு தண்ணீரால் நிரப்பப்பட்ட உடல். இந்த உடல் விழுந்தால் எழும்ப முடியாது. திடீர்னு பேச்சட்டு போகும், பேச முடியாது. தலைவலி எல்லாமே சரீரத்திற்குரிய உடலுக்குரிய வியாதிகள். ஆத்மாவுக்கு வியாதி உண்டா? இல்லை. ஆண்டவர் நாம் பிறக்கும் போதே குழந்தை வடிவில் ஒரு ஆத்மாவை இந்த குழந்தை உடலுக்குள் அவர் நிறுத்தினார். சரீரம் வளரும்போது அந்த ஆத்மா வளரும். அது வளரும். அதற்கு என்ன தேவை? பரிசுத்த நீராகாரம் தேவை. எங்கிருந்து கிடைக்கும்? பரலோகத்தின் ஆண்டவர் அந்த ஆத்மாவுக்குரிய உணவை கொடுப்பார். அதை தேடாத உயிர்களுக்கு, மக்களுக்கு ஆண்டவர் இரக்கம் காட்டுவார். யாருக்கு? பாவம் இல்லாதவர்களுக்கு. பாவம் இல்லாத மக்களை ஆண்டவர் நேசிப்பார், இரக்கம் காட்டுவார். இன்னொரு காலம் வரும்போது இறந்த பின் அந்த ஆத்துமாக்களுக்கும் அவர் உயிரளிப்பார். அருமையானவர்களே, சரீரத்தை கண்டு பெருமைப்படாதீர்கள். பட்டம், படிப்பு, வேலை எல்லாமே குப்பை. அதெல்லாம் குப்பை. அது எதுவுமே ஒரு பொருட்டல்ல.
நான் பெரியவன் இல்லை, ஒரு செகண்டில் அழிந்து போவேன். எனக்கு இருப்பதெல்லாம் இல்லாமல் போகும். எல்லாமே கண்டு அறிந்து எல்லாம் அனுபவத்தோடு வளர்ந்தவர்கள் நாங்கள். 1000 அனுபவம் உள்ளவர்கள், எல்லாம் இழந்தவர்கள், எல்லாமே கைவிட்டு போனவர்கள். ஆனால் ஒன்றை மட்டும் அள்ளி எடுத்தோம். அவர்தான் ஆண்டவர். எல்லாருக்கும் கடவுளும் தந்தையும் ஒருவரே. அவர் எல்லோருக்கும் மேலானவர். அடுத்து எல்லாருக்காகவும் செயலாற்றுபவர், எல்லாரிலும் செயலாற்றுபவர். அடுத்து எல்லாருக்கும் உள்ளம் குடிகொண்டிருப்பவர், வசிப்பவர். ஹல்லேலூயா, ஹல்லேலூயா. இவர்தான் நம் ஆண்டவர், சர்வ வல்லமையுள்ள சர்வே சொர்ணாகிய ஆண்டவர். இன்று ஆத்துமாக்களுக்குரிய உணவை கடைசி காலத்திற்காக வழங்கும்படியாக நீரோடு இல்லாத, தண்ணீர் இல்லாத இந்த பாலை நிலத்தை ஆண்டவர் தேர்ந்தெடுத்தார். அவர் எப்போதும் அன்போடு அரவணைத்து பாதுகாக்கிற பரமபிதா. ஹல்லேலூயா. ஆண்டவருடைய செயல் வர்ணிக்க முடியாது. அவர் நமக்கு தந்தையும் கடவுளுமாக இருக்கிறார். இந்த கடைசி காலத்தில் ஆண்டவர் எப்படி நம் மத்தியில் செயலாற்றுகிறார்? வெளிப்படுத்தலாகமம் 21ஆம் அதிகாரம் 3வது வசனம். அருளப்பர் ஆண்டவரை நோக்கி வேதனையோடு அவர் ஜெபித்து கொண்டே இருந்தார். அவருக்கு பத்மோஸ் தீவில் அநேக காரியங்களை, கடைசி காலத்தின் காரியங்களை எல்லாமே ஆண்டவர் வெளிப்படுத்தி கொண்டு வந்தார். வேத புஸ்தகத்தில் கடைசி ஆகமம் வெளிப்படுத்தல் ஆகமத்தில் 22 அதிகாரங்கள். அதில் 21வது அதிகாரம் 3வது வசனம். அவர் ஜெபிக்கும்போது விண்ணிலிருந்து பெரியதொரு குரலை கேட்டேன். அடுத்து அந்த குரல், இதோ கடவுளின் இல்லம் மனிதர்களிடையே உள்ளது. ஹல்லேலூயா, ஹல்லேலூயா. இதோ கடவுளின் வீடு, கடவுளின் ராஜ்யம், அதான் வீடு. கடவுளின் இல்லம், அதான் சக்தி, மனிதரிடையே உள்ளது. அந்த மக்களோடு அவர் குடிகொண்டிருப்பார். ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவர் அந்த மக்களோடு இருப்பார், வீட்டிருப்பார். அந்த மக்கள் எல்லோரும் ஆண்டவரின் மக்களாக இருப்பார்கள். ஹல்லேலூயா. அவர்கள் ஆண்டவரின் பிள்ளைகளாக இருப்பார்கள். கடவுள் தாமே அவர்களோடு வீட்டிருப்பார். ஹல்லேலூயா. உங்களுக்கு மறந்து போகும், ஆராதனை முடியும் போது வீட்டுக்கு போவீங்க. ஆனால் ஆண்டவர் மறப்பவர் அல்ல. ஆண்டவர் ஒரு செகண்டு கூட அவருடைய அருமையான உண்மையான அவருடைய மக்களை ஒருபோதும் அவர் மறந்து போவதில்லை. அதான் ஆண்டவர். ஆண்டவரோடு இருங்கள். குடும்பத்தை, கணவன் மனைவி பிள்ளைகள் ஒன்றிக்க ஒருமிக்க, அவர்கள் இங்கு வராதவர்களா கண்ணீரோடு கதறி ஜெபியுங்கள். பின்னைய காலத்தை சரியாக உங்களுக்கு எடுத்து கூறுவதில்லை. எனக்கே பயம். ஆண்டவரின் வருகையின் காலத்திற்கு பின் நடப்பது சிந்தை செய்ய முடியாது. எல்லாமே பாழ்நிலங்களாகும், எல்லாமே நிர்மூலமாகும், இருப்பதெல்லாமே ஒன்று இல்லாமல் போகும், எல்லாமே அழிந்து போகும் காலம் அது. ஆண்டவரின்
வரைத்தான் சந்தோஷம், சமாதானம். அவருடைய காலம் வரைத்தான் செழிப்பான காலம். ஆகவே உங்களோடு இருக்கிற குடும்பத்திற்காக காதாரி செபியுங்கள், பிள்ளைகளுக்காக காதாரி செபியுங்கள், உங்களை சுற்றி இருக்கும் மக்களுக்காக கண்ணீரோடு செபியுங்கள். நீங்கள் பொறுப்பாளர்கள், அவருடைய இந்த வல்லமை பெற்றவர்கள், ஆண்டவருக்கு திருப்பணி செய்ய வேண்டிய பணியாளர்கள். உங்களுக்கு குடும்பத்தின் நிலை பெருசாக இருப்பதால் இது உங்களுக்கு புரியாது, தெரியாது. ஆண்டவருடைய பெரிதான திட்டங்கள் அதெல்லாமே நடக்க வேண்டும். உங்களுடைய ஒவ்வொரு குடும்பத்தையும் எடுத்து கண்ணீரோடு ஜெபிங்க. உங்கள் குடும்பங்களுக்காக நான் இந்த நாட்களில் ஜெபித்து வருகிறேன். உங்கள் பிள்ளைகளுக்காக கண்ணீரோடு ஜெபித்து வருகிறேன். வாலிபர்கள் தொழில் செய்யணும், வேலை செய்யணும். தொலைஞ்சு போனாலும் தாய்க்கும் தகப்பனுக்கும் பிரச்சனை இல்லை. வாலிபர்கள் எல்லோரும் சம்பாதிக்கணும். அவர்கள் எப்படி போனாலும் தாய்க்கும் தகப்பனுக்கும் பிரச்சனை இல்லை. ப்ரேயர் பண்ணுங்க, ஆண்டவர் உங்களோடு கணக்கு கேட்பார். எல்லோரும் முழங்கால் படியிடுவோம். ஹல்லேலூயா, 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 பிரைஸ் தி லார்ட், ஹல்லேலூயா, 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 மேஞ்சபாலவா, ஹல்லேலூயா. குடும்பத்தின் கட்டு அவிழ்க்கப்படட்டும். குடும்பத்தின் சாத்தானின் கிரியைகள் நிர்மூலமாகட்டும். குடித்து வெறித்து வாழும் குடும்பத்தின் தலைவன் பிள்ளைகள் எல்லோருமே மாற்றம் அடையட்டும். மாறுதல் உண்டாகட்டும். மாற்றம் அடையட்டும், மாற்றம் அடையட்டும். அற்புதம் நடக்கட்டும், அற்புதம் நடக்கட்டும், அற்புதங்கள் நடக்கட்டும், மாற்றம் ஏற்படட்டும். வாலிபர்கள் மனம் மாறட்டும், வாலிபர்கள் மனம் மாறட்டும், மனமாற்றம் உண்டாகட்டும். வாலிபர்கள் மனம் திறம்பட்டும். ஆண்டவரின் ஜனம் எழும்பட்டும். ஆண்டவருக்காய் ஜனம் எழும்பட்டும். ஆண்டவருக்காய் குடும்பம் குடும்பமா எழும்பட்டும். மாற்றம் உண்டாகட்டும், மாற்றம் உண்டாகட்டும். Praise the Lord, glory to Lord. சகோதரர்கள் குரல் உயர்த்தி ஜெபிங்க, சத்தமா ஜெபிங்க. கட்டவிழ்க்கணும். ஆண்டவர் கட்டவிழ்த்து விடுவார். குடும்பத்தின் கட்டுக்களை அவிழ்த்து விடுவார் ஆண்டவர். தடைகளை நீக்கி விடுவார் ஆண்டவர். பாப சாப தண்டனை நீக்குவார் ஆண்டவர். கொடி போதை மாற்றுவார் ஆண்டவர். கொடி போதையிலிருந்து மீட்டு தருவார் ஆண்டவர். பிள்ளைகள் வாலிபர்களை மாற்றுவார் ஆண்டவர். மாற்றங்கள் உண்டாக, மாற்றங்கள் உண்டாக, மாற்றங்கள் உண்டாக, மாற்றங்கள் உண்டாக. ஹல்லேலூயா, 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 ஹல்லேலூயா. ஒவ்வொரு குடும்பத்தையும் உம்மிடம் கொண்டு வருகிறேனப்பா. ஒவ்வொரு குடும்பத்தையும் உம்மிடம் தருகிறேனப்பா. ஒவ்வொரு குடும்பத்தையும் உம்மிடம் தருகிறேனப்பா. ஒவ்வொரு வீட்டையும் உம்மிடம் ஒப்படைக்கிறோம்ப்பா. பிள்ளைகள், கணவன், மனைவி, பெற்ற தாய், தந்தை, ஆண்டவரே எல்லோரையும் உம்மிடம் தருகிறேனப்பா. மாற்றம் உண்டாவதாக. மனம் திரும்புவார்களாக. கொடி போதையிலிருந்து விடுதலை பெறுவார்களாக. கஞ்சா வலித்து நடக்கும் வாலிபர்களில் மாற்றம் உண்டாவதாக. தப்பான வழிகளில் ஓடிக்கொண்டிருக்கிற ஒரு சமூகத்தில் மாற்றம் ஏற்படுவதாக. மாற்றம் ஏற்படுவதாக. மாற்றம் ஏற்படுவதாக. மாற்றம் ஏற்படுவதாக. கிறிஸ்தவர்கள் என்று சொல்லுகிற தப்பான வழிகளில் வாழும் மக்கள் ஆண்டவரே உண்மையுள்ள கிறிஸ்தவர்களாய் மாற்றம் அடைவார்களாக. Praise the Lord, glory to Lord, glory to Lord. எல்லா மக்களுக்காகவும் ஜெபிக்கிறேன் ஆண்டவரே. எல்லா குடும்பங்களுக்காகவும் ஜெபிக்கிறேன் ஆண்டவரே. அவர்கள் பிள்ளைகளுக்காக, வாலிபர்களுக்காக ஜெபிக்கிறேன் ஆண்டவரே. அனைவரிலும் மாற்றம் ஏற்படுவதாக. எல்லோரும் உம்முடைய மக்களாய் மாற்றம் அடைவார்களாக. மாற்றம் அடைவார்களாக. மாற்றம் அடைவார்களாக. மாறும்படியாக ஜெபிக்கிறோம். செயலாட்டும்படியாக ஜெபிக்கிறோம். செயலாட்டும்படியாக ஜெபிக்கிறோம். குடும்பத்தில் ஆளுகை செய்யும்படியாக ஜெபிக்கிறோம். குடும்பத்தில் ஆளுகை செய்யும்படியாக ஜெபிக்கிறோம். குடும்பத்தில் ஆளுகை செய்யும்படியாக ஜெபிக்கிறோம். குடும்பத்தில் மாற்றம் உண்டாகும்படியாக ஜெபிக்கிறோம். குடும்பத்தில் மாற்றம் உண்டாகும்படியாக ஜெபிக்கிறோம்.
Praise the Lord. Glory to Lord. குடும்பங்களில் மாற்றம் ஏற்படும்படியாக ஜெபிக்கிறோம். பால் குடிக்கும் குழந்தை முதல் சிறுவர்கள் சிறுமியர் வாலிபர்கள் வாலிப பிள்ளைகள் எல்லோரிலும் மாற்றம் உண்டாகும்படி ஜெபிக்கிறோம். அனுசரணை உள்ள பிள்ளைகளாய் மாறும்படியாக ஜெபிக்கிறோம். கீழ்ப்படிதல் உள்ள மக்களாய் மாற்றம் அடையும்படியாக ஜெபிக்கிறோம். ஆமேன் ஆண்டவரே. பிரைஸ் தி லார்ட். ஆமேன் கர்த்தாவே. ஆமேன் பிதாவே. ஆமேன் அப்பா. ஆமேன் ஆமேன். நீர் இதை செய்வீர். ஒவ்வொரு குடும்பத்தில் மாற்றத்தை உண்டு பண்ணுவீர். ஒவ்வொரு குடும்பத்தில் மாற்றத்தை ஏற்படுத்துவீர். ஒவ்வொரு குடும்பங்களிலும் மாற்றம் உண்டாகும். பிரைஸ் தி லார்ட். நன்றி ஆண்டவரே. நன்றி ஆண்டவரே. நன்றி ஆண்டவரே. சேனைகளின் ஆண்டவரே. சேனைகளின் ஆண்டவரே. சேனைகளின் ஆண்டவரே. இந்த மக்கள் உமக்கு பூமியில் சேனையாக இருக்கின்றார்கள். இவர்களில் குடும்பங்களில் மாற்றம் உண்டாவதாக. குடும்பத்தில் மாற்றம் உண்டாவதாக. குடும்பங்களில் மாற்றம் உண்டாவதாக. குடும்பங்களில் மாற்றம் உண்டாவதாக. ஆமென் ஆண்டவரே. பிரைஸ் தி லார்ட். நன்றியோடு துதிக்கிறோம். நன்றியோடு மை ஸ்தோத்தரிக்கிறோம். நன்றி செலுத்துகிறோப்பா. நன்றி ஆண்டவரே. நன்றி ஆண்டவரே. நீரின் நாளில் நாங்கள் செய்த பிரேயரை ஏற்றுக்கொண்டீர். இந்த மக்களின் குடும்பங்களில் மாற்றங்கள் உண்டாவதற்காக நன்றி செலுத்துகிறோம் ஆண்டவரே. நன்றி செலுத்துகிறோம் ஆண்டவரே. நன்றி செலுத்துகிறோம் ஆண்டவரே. நன்றி ஆண்டவரே. எல்லாம் வல்ல ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம். ஜெபங்கேளு நல்ல பிதாவே. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரி. என் முழு உள்ளமே அவருடைய பரிசுநாமத்தை ஸ்தோத்திரி. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரி. அவர் சகல நன்மையும் ஒருபோதும் மறவாதே. ஆமென் ஆமென். ஹல்லேலூயா ஹல்லேலூயா ஹல்லேலூயா.